നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിക്കുമ്പോൾ വിജയിച്ചത് കേരളത്തിന്റെ വാദങ്ങൾ തന്നെയാണ്. വിഷയത്തിലെ ആശങ്ക കുറച്ചു ദിവസം മുൻപ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചില പ്രതികരണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മേൽനോട്ട സമിതിയുടെ അനുകൂല തീരുമാനം. കോട്ടയത്തെയും ഇടുക്കിയെയും എറണാകുളത്തെയും സ്വാധീനിക്കുന്ന രാഷ്ട്രീയ തീരുമാനമായി ഇത് മാറുമെന്ന് BJP വിലയിരുത്തലുണ്ട്. കേരളത്തിൽ രാഷ്ട്രീയമായി ചുവടുറപ്പിക്കാൻ ഈ തീരുമാനം ഗുണം ചെയ്യുമെന്ന് BJP വിലയിരുത്തുന്നുമുണ്ട്. അതുകൊണ്ടാണ് തമിഴ്നാടിനെ കൈവിട്ട കേരളത്തിന് വേണ്ടി തീരുമാനം വന്നത് എന്ന വിലയിരുത്തലും ശക്തമാണ്. മുല്ലപ്പെരിയാറിലെ സുരക്ഷാ പരിശോധന കേരളം നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം സുരക്ഷാ പരിശോധനയാവാമെന്നും തമിഴ്നാടിന്റെ വാദത്തെ തള്ളുകയായിരുന്നു. സമിതിയുടെ 12ാമത് യോഗമാണ് ന്യൂഡൽഹിയിലെ കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്നത്. സമിതി അധ്യക്ഷൻ കൂടിയായ കേന്ദ്ര ജല കമ്മീഷനിലെ ഡാം സുരക്ഷാ വിഭാഗം ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് യോഗത്തിൽ അധ്യക്ഷ പദവി വഹിച്ചിരുന്നു. മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്നത് ഭീഷണിയാണ് എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ തമിഴ്നാട് കോൺഗ്രസ് അടക്കം രംഗത്ത് വന്നിരുന്നു. സുപ്രീം കോടതിയുടെ വിധിക്ക് വിരുദ്ധമായ പ്രസ്താവനയാണ് സുരേഷ് ഗോപി നടത്തിയത്. അന്യായമായ കേരളത്തിന്റെ പക്ഷം പിടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും TNCC പ്രസിഡന്റ് കെ സെൽവ പെരുന്തകൈ ആരോപിച്ചിരുന്നു. സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രം മന്ത്രിയാണോ എന്നും സെൽവ പെരുന്തകൈ ചോദിക്കുകയും ചെയ്തു. ഫലത്തിൽ സുരേഷ് ഗോപിയുടെ ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആര് ഉത്തരം പറയുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. BJP ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണമെന്നും വാദം എത്തിയിരുന്നു. മുല്ലപ്പെരിയാറിലെ സുരക്ഷയ്ക്ക് കേന്ദ്രവും ഇപ്പോൾ പ്രാധാന്യം നൽകുന്നുണ്ട്. കോടതികളോ നിയമ പോരാട്ടം നടത്തുന്നവരോ ഉത്തരം പറയുമോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം. കേരളത്തിന് ഇനി ഒരു കണ്ണീർ താങ്ങാനാകില്ല എന്നും മുല്ലപ്പെരിയാർ ഡാം ഭീതിയായി നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിലനിൽക്കുന്നത്. പൊട്ടിയാൽ ആരുത്തരം പറയും? കോടതികൾ ഉത്തരം പറയുമോ? കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയണം. എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണം. നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ ആവില്ല എന്നും ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. മുല്ലപ്പെരിയാറിൽ പരിശോധന 1 വർഷത്തിനകം പൂർത്തിയാക്കാൻ ജല കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപിന്റെ നേതൃത്വത്തിൽ ചേർന്ന 18ാമത് മേൽനോട്ട സമിതി യോഗത്തിലാണ് തീരുമാനം. കേരളത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ് അംഗീകരിക്കാനായത്. സുരക്ഷാ പരിശോധന നടത്തിയിട്ടും മതി അറ്റകുറ്റപ്പണി എന്ന ശക്തമായ നിലപാടാണ് കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലെടുത്തത്. സ്വതന്ത്ര വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയാകും പരിശോധന നടത്തുക. 3 മാസത്തിനകം സമിതി രൂപീകരിക്കും. 2021 ഡാം സുരക്ഷാ നിയമപ്രകാരം 2026 മാത്രം പരിശോധന നടത്തിയാൽ മതി എന്ന തമിഴ്നാടിന്റെ വാദം സമിതി തള്ളി. സുരക്ഷാ പരിശോധനകളിൽ ബലക്കുറവ് കണ്ടെത്തിയാൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ കേരളത്തിന്റെ വാദത്തിന് പ്രബലമാകും. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, പ്രവർത്തന സുരക്ഷ എന്നിവ പരിശോധിക്കും. 12 മാസത്തിനകം പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം. 2011 സുപ്രീം കോടതി നിയോഗിച്ച എംവേർഡ് കമ്മിറ്റിയാണ് ഇതിനു മുമ്പ് സമഗ്ര പരിശോധന നടത്തിയത്. 2022 ഏപ്രിൽ 8 സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി മേൽനോട്ട സമിതി സുപ്രീം കോടതി പുനഃസംഘടിപ്പിച്ചത്. കേരളത്തെ പ്രതിനിധീകരിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ B. അശോക്, ADRB ചീഫ് എഞ്ചിനീയർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു.